ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിൻറ്റേജ് സ്റ്റൈൽ ആംപ്ലിഫയർ ആണ്. ഒരു 40+40, ലെഫ്റ്റ് 40 റൈറ്റ് 40, ടോട്ടൽ 80 വാട്ട്സ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. പ്രത്യേകിച്ച് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 40+40 സ്റ്റീരിയോ ആംപ്ലിഫയർ. വിൻറ്റേജ് സ്റ്റൈൽ ആംപ്ലിഫയർ ആണ്. വിൻറ്റേജ് സ്റ്റൈൽ സർക്യൂട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൽ മെറ്റൽ ക്യാൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ വളരെ നോർമൽ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഒറിജിനൽ ട്രാൻസിസ്റ്റർ വെച്ചും ഈ ഒരു ബോർഡ് അവർ ചെയ്തു തരുന്നതാണ്. AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിൻറ്റേജ് സ്റ്റൈൽ സർക്യൂട്ട് എപ്പോഴും കപ്പാസിറ്റർ കപ്പിൾഡ് ആയിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ട് സെയിം ആണ്, അതുപോലെ തന്നെയാണ് കപ്പാസിറ്റർ കപ്പിൾഡായിട്ട് വരുന്നൊരു ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അഡീഷണലി ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഒരു ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പീക്കർ ഡിലേ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. കാര്യം ആംപ്ലിഫയർ ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കും. ആ ഒരു സൗണ്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നുള്ളത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ അല്ല, സ്പീക്കർ ഡിലേ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും ഒരു വിൻറ്റേജ് സ്റ്റൈൽ ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും ആ ഒരു തമ്പ് സൗണ്ട് കേൾക്കുന്നത് ഒരു പ്രത്യേക രസമാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും ചെറിയൊരു സൗണ്ട് അത് നോർമലി അത് വരുന്ന കാര്യം ഇപ്പോഴത്തെ ആൾക്കാരിൽ ഇപ്പോൾ പുതിയ തലമുറ ആൾക്കാർക്ക് അങ്ങനെ ഒരു സൗണ്ട് വരുന്നതിനോട് വലിയ താല്പര്യമില്ല. നോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. കാര്യം പഴയ ആംപ്ലിഫയറുകൾ എടുത്ത് അറിയാം, ചെറിയൊരു നോയ്സും ചെറിയ ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും ഒരു ചെറിയൊരു സൗണ്ടൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഇതുപോലത്തെ പഴയ സർക്യൂട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രസമാണ്. ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിലൊക്കെ പാട്ട് കേൾക്കാൻ വളരെ നല്ല രസമാണത്. കാര്യം ഒരു 90s കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് വരുന്ന പഴയ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ബോർഡുകളുണ്ട്. അപ്പെക്സിൻ്റെ AX6 വരുന്നുണ്ട്, ഫിലിപ്സ് 4040 വരുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആംപ്ലിഫയറുകൾ വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റുന്നൊരു ആംപ്ലിഫയറാണ് ഈ ഒരു ആംപ്ലിഫയർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3055 ബേസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഈ ഒരു സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 3055 അങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് സിംഗിൾ എൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് മുറിച്ചിട്ട് പകുതി മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് 2 ട്രാൻസ്ഫോമറും സെപ്പറേറ്റ് പവർ സപ്ലൈയും വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മോണോ ബ്ലോക്ക് ആംപ്ലിഫയർ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോർഡാണ് ഈ ഒരു ബോർഡ്. അതും വിൻറ്റേജ് സ്റ്റൈലിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വിൻറ്റേജ് സ്റ്റൈലിലുള്ള ഒരു ടോൺ കൺട്രോളും കൂടെ നിങ്ങൾ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു പഴയ രീതിയിലാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിലിപ്സിൻ്റെ യൂണിവേഴ്സൽ പ്രീ ആംപ്ലിഫയർ ഇതിൽ പക്ക മാച്ചിങ് ആയിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ സെയിം വോൾട്ടേജ് ഇതിപ്പോൾ നമുക്കൊരു 40-50 വോൾട്ടിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതേ സെയിം വോൾട്ടിൽ ഫിലിപ്സിൻ്റെ യൂണിവേഴ്സൽ പ്രീ ആംപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ അതേ സെയിം ഒറ്റ സപ്ലൈയിൽ നിന്ന് തന്നെ അത് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതാണ് ഫിലിപ്സിൻ്റെ യൂണിവേഴ്സൽ പ്രീ ആംപ്പ്. അത് ഇറക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കയ്യിൽ നിന്ന് PCB വാങ്ങിയോ അല്ലെങ്കിൽ ആ ബോർഡ് വാങ്ങിയോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ നല്ല മാച്ചിങ് ആയിരിക്കും ആ ഒരു ഫിലിപ്സിൻ്റെ യൂണിവേഴ്സൽ പ്രീ ആംപ്പ്. കാര്യം യൂണിവേഴ്സൽ പ്രീ ആംപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ആമ്പിൻ്റെ കൂടെ അത് മാച്ച് ചെയ്തെടുപ്പിക്കാനും സാധിക്കുന്നൊരു ഇത് തന്നെയാണ്. അല്ലെങ്കിൽ സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ഒരുപാട് വിദേശികളായിട്ടുള്ള ടോൺ കൺട്രോൾ ബോർഡുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ടോൺ കൺട്രോൾ ഇല്ലാതെയും നിങ്ങൾക്ക് ഈ പറയുന്ന ഡാക്കിൻ്റെ ഔട്ട്പുട്ടൊക്കെ ആണെങ്കിൽ ടോൺ കൺട്രോൾ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ഇതിലോട്ട് കൊടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മോണോ ബ്ലോക്കായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാക്കിൻ്റെയൊക്കെ ഔട്ട്പുട്ടിൽ വില കൂടിയ ഡാക്കുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡാക്കിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മോണോ ബ്ലോക്ക് സെപ്പറേറ്റ് 2 ട്രാൻസ്ഫോമറും സെപ്പറേറ്റ് പവർ സപ്ലൈയും വെച്ച് നിങ്ങൾക്ക് മോണോ ബ്ലോക്ക് ആംപായിട്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോൺ കൺട്രോൾ ഇല്ലാതെ തന്നെ നല്ലൊരു ഒറിജിനൽ ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്ന ഒരു സ്പീക്കർ തന്നെയാണ്. പ്രത്യേകിച്ച് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഇന്നൊരു ചേട്ടൻ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ റേഞ്ച് സ്പീക്കറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആമ്പിനെ പരിചയപ്പെടുത്തുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ വിൻറ്റേജ് സർക്യൂട്ട് വളരെ നല്ല രീതിയിലാണ്. പിന്നെ പഴയ പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് പഴയ പാട്ടുകളൊക്കെ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, ബാസും ട്രബിളൊക്കെ അതിനകത്ത് ആവശ്യത്തിന് കാണുള്ളൂ. എന്നാലും ചില പാട്ടുകൾക്ക് ബാസ് പോലും ഒട്ടും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള പാട്ട് കേൾക്കുന്ന ഇതിൽ ബാസ് കിട്ടത്തില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ബാസും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. ബാസ് റെസ്പോൺസ് ഉള്ള നല്ലൊരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. അപ്പം നിങ്ങൾക്ക് നല്ല ഒരു
ക്ലാസ് എ ബി, ഇതൊരു ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ്. അപ്പോൾ നല്ലൊരു ക്ലാസ് എ ബി ആംപ്ലിഫയർ വിൻറ്റേജ് സ്റ്റൈലിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു ബോർഡാണ്. അത് പോയിട്ട് ഇതൊരു ഗ്ലാസ് ഓപ്പോക്സി പി സി ബിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ക്വാളിറ്റിയുള്ള കമ്പോണൻസും ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ക്വാളിറ്റിയുള്ള കമ്പോണൻസ് തന്നെയാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസിസ്റ്റർ, ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന RFT എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡ് ട്രാൻസിസ്റ്റേഴ്സാണ്. ഈ ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ബോർഡ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 750 രൂപയോളം നമുക്ക് ഇതിൻ്റെ ഒരു വില വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് ഒറിജിനൽ ബെല്ലിൻ്റെ ട്രാൻസിസ്റ്റർ ഇട്ട്, മെറ്റൽ ക്യാൻ ട്രാൻസിസ്റ്റർ ബെല്ലിൻ്റെ ഇട്ട് വാങ്ങാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു 1000, 1050, 1060 രൂപ അതിനകത്തുള്ളൊരു വിലയാണ് ഇനി വരുന്നത്. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഒരു ബോർഡ് തന്നെയാണ്. ഈ കപ്പാസിറ്റർ കപ്പിൾഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ K6, ഫിലിപ്സ് 40 ഇതുപോലുള്ള സർക്യൂട്ടൊക്കെ തന്നെ കപ്പാസിറ്റർ കപ്പിൾഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളാണ്. അപ്പോൾ അതുപോലത്തെ ഒരു വിൻറ്റേജ് സർക്യൂട്ടാണ് ഈ ഒരു സർക്യൂട്ട്. ഇത് എ ബി അവരുടെ സർക്യൂട്ട് ആയിരിക്കാം. അപ്പോൾ AB ഇലക്ട്രോണിക്സ് ആണ്. ഹൈടെക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈടെക് താരപ്പറമ്പിലുള്ള സച്ചിൻ ചേട്ടൻ്റെ കടയാണ്. പുള്ളിയുടെ അച്ഛൻ വളരെ നല്ല ഒരു സർക്യൂട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്ത് എടുക്കുന്ന ഒരാളായിരുന്നു, പ്രഗത്ഭനായിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളിയുടെ ബോർഡ് വളരെ ഫേമസ് ആണ്. ഹൈടെക് AB ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ബോർഡുകളാണ്. അവരുടെ മോസ്ഫെറ്റ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള സബ് ഊഫറിൻ്റെ ആമ്പ്, മോസ്ഫെറ്റ് ആമ്പ്, സ്റ്റീരിയോ മോസ്ഫെറ്റ് ആമ്പ് പോലുള്ള സർക്യൂട്ട്, പിന്നെ സബ് ഊഫറിൻ്റെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള 6 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പിന്നെ 8 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സബ് ഊഫറിൻ്റെ ആമ്പുകളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആമ്പാണ്. പിന്നെ അവരുടെ ബാസ് ട്രബിൾ അടിപൊളി ബാസ് ട്രബിളാണ്. ഹൈടെക്കിൻ്റെ വളരെ നല്ല ബാസ് ട്രബിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ബാസ് ട്രബിളാണ്. കേരളത്തിൽ ആദ്യകാലം മുതലേ തന്നെ അവരുടെ ബോർഡുകൾ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നതും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ബോർഡ് തന്നെയാണ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് വരുന്നൊരു ആംപ്ലിഫയർ ബോർഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി വരുന്നത്. ഓഡിയോ ക്വാളിറ്റി ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബോർഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ബോർഡ് ടെസ്റ്റ് ചെയ്യാതെയാണ് വീഡിയോ ഇടുന്നതെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഈ ബോർഡ് ഇതിന് മുമ്പ് ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റില്ല, കാര്യം ഈ ഫേസ്ബുക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ പുറകോട്ട് യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ. അപ്പോൾ ആ ഒരു വീഡിയോ ബോർഡ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വോൾട്ടേജ് കൊടുത്ത് മൊത്തം സ്പീക്കറെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടത്. അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ ഈ ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയ എല്ലാ ആൾക്കാരും തന്നെ വളരെ നല്ല ബോർഡായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിൻറ്റേജ് സ്റ്റൈൽ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്ന, നിങ്ങളുടെ പരിഗണനയിൽപ്പെടുത്താവുന്ന ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. പിന്നെ ഇതല്ലാതെ തന്നെ ഫിലിപ്സിൻ്റെ 4040 നല്ലൊരു ബോർഡാണ്. പിന്നെ വരുന്നുണ്ട് LJ 608, ജോഷി സാറിൻ്റെ ലിയാഡൽ ജോഷി സാറിൻ്റെ 608 വളരെ നല്ലൊരു ആംപ്ലിഫയറാണ്. അതൊരു ഇൻ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ ഉണ്ട്. ബാസ് ട്രബിൾ എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്, പവർ സപ്ലൈ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇനിയുണ്ട് ഫിലിപ്സിൻ്റെ 4040 ആംപ്ലിഫയർ ഡീറ്റെയിൽ ഇറക്കുന്നുണ്ട്. അവരെ ആംപ്ലിഫയർ നല്ലത് തന്നെയാണ്. അത് ഇൻ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ ആണ്. പവർ സപ്ലൈ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്, ബാസ് ട്രബിൾ എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്ന ബോർഡുകളാണ്. അതിന് കൂടെ നിങ്ങൾക്ക് പരിഗണനയിൽ പെടുത്താവുന്ന ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡും. നല്ല ഓഡിയോ ക്വാളിറ്റി ബോർഡാണ്. അതിന് ഞാൻ ഗ്യാരൻറ്റി പറയാണ്. നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വളരെ നല്ലൊരു ബോർഡാണ്, നിങ്ങൾക്ക് പരിഗണനയിൽ പെടുത്താവുന്ന ഒരു ബോർഡും തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു ബോർഡിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസിസ്റ്ററിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഒരു ബോർഡിൻ്റെ വില വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നോർമൽ ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ ഇട്ട് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കയ്യിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് 750 പ്ലസ് കൊറിയറാണ് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ്, ബെല്ലിൻ്റെയൊക്കെ ട്രാൻസിസ്റ്റർ, ഒറിജിനൽ ട്രാൻസിസ്റ്റർ ഇട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ വില 1050 രൂപയ്ക്കകത്തുള്ള വിലയാണ് നിങ്ങൾക്ക് വരുന്നത്. ബെല്ലിൻ്റെ ട്രാൻസിസ്റ്റർ അത്യാവശ്യം വിലയുള്ള ട്രാൻസിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് ബോർഡിൻ്റെ വിലയും മാറുന്നത്. അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ആംപ്ലിഫയർ നിർമ്മിച്ചെടുക്കാം. വിൻറ്റേജ് സർക്യൂട്ടാണ്. ഫുൾ റേഞ്ച് സ്പീക്കർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, പഴയ ഫിലിപ്സിൻ്റെയൊക്കെ ഫുൾ റേഞ്ച് സ്പീക്കറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട്, വില കൂടിയ സ്പീക്കറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് സ്പീക്കർ കംപ്ലൈൻറ്റ് ആവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോർഡ് തന്നെയാണ്. സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ബോർഡാണ്. നമുക്കൊരു 50 വോൾട്ട്, 55 വോൾട്ട്, 60 വോൾട്ട് വരെ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും സേഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 45-50 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 40 വാട്ട്സ് മാക്സിമം ആണ്. അതായത് ഏറ്റവും മാക്സിമം ഈ ഒരു ബോർഡിന് തരാൻ പറ്റുന്ന വാട്ട്സ് എന്ന് വെച്ചാൽ 40 വാട്ട്സിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ. ഓക്കെ, സി യു.